ഒരു ബിസിനസ് തുടങ്ങുന്നത് ഒരു കാര്യമാണ്, പക്ഷേ അതിനെ വിജയകരമായി വളർത്തുന്നത് അത് വേറൊരു കളിയാണ്. പലപ്പോഴും സംഭവിക്കുന്ന പ്രശ്നങ്ങളിൽ പെടാതെ, ബിസിനസ് തകർന്നു പോവാതെ എങ്ങനെ നമ്മുടെ സംരംഭത്തെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാം, അതിനുള്ളൊരു വഴികാട്ടിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഏതൊരു സംരംഭകനും ഒരു ഘട്ടമെത്തുമ്പോൾ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, അല്ലേ? കച്ചവടം കൂട്ടണം, കൂടുതൽ ആളുകളിലേക്ക് എത്തണം, പക്ഷേ അതേസമയം നിലവിലുള്ള സിസ്റ്റംസ് ഒന്നും തകരരുത്, കസ്റ്റമേഴ്സിന് മോശം അനുഭവം ഉണ്ടാവാനും പാടില്ല. ഈ ഒരു ബാലൻസ് എങ്ങനെ കണ്ടെത്താം? നമുക്ക് നോക്കാം. വെറുതെ വളരണം എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഈയൊരു ചോദ്യം ചോദിക്കുന്നിടത്താണ് ശരിക്കുള്ള പ്ലാനിംഗ് തുടങ്ങുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണമെന്നതിനുള്ളൊരു വ്യക്തത. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ റോഡ് മാപ്പ്. നമുക്ക് ഓരോ ഘട്ടമായിട്ട് ഇതൊന്ന് പരിശോധിക്കാം. ഏതൊരു യാത്ര തുടങ്ങുമ്പോഴും ആദ്യം വേണ്ടതെന്താ? എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയണം, അല്ലേ? നമ്മുടെ ബിസിനസ് യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പും അതുതന്നെയാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് വ്യക്തമായങ്ങ് തീരുമാനിക്കുക. ഇവിടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ വലിയൊരു കമ്പനിയാകണം എന്ന പോലെ ഒരു പൊതുവായ ആഗ്രഹമല്ല ഉദ്ദേശിക്കുന്നത്. പകരം കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. ഉദാഹരണത്തിന്, അടുത്ത 6 മാസത്തിനുള്ളിൽ നമ്മുടെ യൂസേഴ്സിന്റെ എണ്ണം 50% വർദ്ധിപ്പിക്കണം. കണ്ടോ, അതാണ് വ്യക്തമായ ഒരു സ്കെയിലിംഗ് ലക്ഷ്യം. അപ്പോൾ നിങ്ങളുടെ അടുത്ത വളർച്ചയുടെ ഘട്ടത്തിൽ ഇതിലേതിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത്? കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂട്ടാനാണോ? അതോ പുതിയ നഗരങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ ബിസിനസ് വ്യാപിപ്പിക്കാനാണോ? അല്ലെങ്കിൽ വരുമാനത്തിൽ ഒരു നിശ്ചിത ശതമാനം വർധനവുണ്ടാക്കുന്നതിലാണോ? ഒരേ സമയം എല്ലാത്തിനും പിന്നാലെ പോകാതെ ഒരൊറ്റ പ്രധാന ലക്ഷ്യം തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഫോക്കസ് കൂട്ടാൻ ശരിക്കും സഹായിക്കും. ശരി, അപ്പോൾ ഡെസ്റ്റിനേഷൻ ഉറപ്പിച്ചു. ഇനി അടുത്ത പ്രധാന ചോദ്യം, ഈ യാത്ര പോകാനുള്ള നമ്മുടെ വാഹനം, അതായത് നമ്മുടെ ബിസിനസ്, അതിന് റെഡിയാണോ എന്നുള്ളതാണ്. നമ്മളൊരു ദൂരയാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് കാറിന്റെ ടയറും എഞ്ചിനും ബ്രേക്കുമെല്ലാം നോക്കില്ലേ? അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ നമ്മളോട് തന്നെ കുറിച്ച് സത്യസന്ധരാകേണ്ടത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ശക്തി? ചിലപ്പോൾ അതൊരു മികച്ച ടെക്നോളജി ടീമായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡ് നെയിം ആയിരിക്കാം. അതേസമയം എന്താണ് നിങ്ങളുടെ വീക്ക്നെസ്? ബിസിനസ് ഒന്ന് വളരുമ്പോൾ താളം തെറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു നിമിഷം ഇതിനെക്കുറിച്ച് ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വളർച്ചയെ പിന്നോട്ട് വലിക്കുന്ന ആ ഒരൊറ്റ കാര്യം എന്താണ്? അതൊരു പക്ഷേ നിങ്ങളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാകാം, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസിൽ ആളുകളുടെ കുറവാകാം. ഈ തടസ്സം എന്താണെന്ന് തിരിച്ചറിയുന്നതാണ് അത് പരിഹരിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, ലക്ഷ്യം തീരുമാനിച്ചു, യാത്രയ്ക്ക് തയ്യാറാണോ എന്ന് പരിശോധിച്ചു. ഇനി നമുക്ക് ആ യാത്രയ്ക്കാവശ്യമായ ശക്തി തരുന്ന എഞ്ചിൻ നിർമ്മിക്കാം. ഇതാണ് നമ്മുടെ റോഡ് മാപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘട്ടം. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ല. നിങ്ങളുടെ ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ്, ഫിനാൻസ് എന്നീ 3 കാര്യങ്ങളും ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഇതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കലാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഈ 4 കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല വ്യക്തമായൊരു ധാരണയുണ്ടായിരിക്കണം. ഏത് പുതിയ മാർക്കറ്റാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? പ്രൊഡക്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ അത്യാവശ്യമായി വരണം? ഈ വളർച്ചയ്ക്ക് നിങ്ങളുടെ ടീം സജ്ജമാണോ? പുതിയ നിയമനങ്ങൾ ആവശ്യമുണ്ടോ? പിന്നെ ഇതിനെല്ലാമുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും? ഇവയാണ് നിങ്ങളുടെ വളർച്ചയുടെ അടിസ്ഥാന ശിലകൾ. ഓർക്കുക, സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളെ ജോലിക്ക് വെച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമല്ല, നിലവിലുള്ള ജോലികൾ എങ്ങനെ കൂടുതൽ കാര്യക്ഷമമായി സ്മാർട്ടായി ചെയ്യാം എന്ന് കണ്ടെത്തലാണ്. ആവർത്തന സ്വഭാവമുള്ള ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതും ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. മാർക്കറ്റിംഗിന്റെ കാര്യത്തിലും ഫോക്കസ് വളരെ പ്രധാനമാണ്. നമുക്ക് ഒരേ സമയം എല്ലായിടത്തും ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ. നിലവിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്ന ചാനൽ ഏതാണോ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അതോടൊപ്പം പുതിയ അവസരങ്ങൾ കണ്ടെത്താനും ശ്രമിക്കുക. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും എത്ര പണം വേണ്ടിവരും, അതിൽ നിന്ന് എന്ത് തിരികെ കിട്ടും എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു കണക്ക് വേണം. ഇത് വെറുതെ പണം ചെലവഴിക്കുന്നതിന് പകരം നമ്മൾ മുടക്കുന്ന ഓരോ രൂപയ്ക്കും കൃത്യമായൊരു ലക്ഷ്യമുണ്ടെന്നുറപ്പാക്കാൻ സഹായിക്കും. ഒരു മികച്ച പ്ലാൻ എന്ന് പറഞ്ഞാൽ യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള വഴി മാത്രം കാണിച്ചു തരുന്ന ഒന്നല്ല. വഴിയിൽ വരാൻ സാധ്യതയുള്ള തടസ്സങ്ങളെയും വെല്ലുവിളികളെയും മുൻകൂട്ടി കാണാനും അത് നമ്മളെ സഹായിക്കണം. അതാണ് മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം. വലിയൊരു ലക്ഷ്യത്തെ ചെറിയ കൈവരിക്കാൻ പറ്റുന്ന ഘട്ടങ്ങളായിട്ട് വിഭജിക്കുക. എന്നിട്ട് ഓരോ ഘട്ടത്തിനും ഒരു ഡെഡ്ലൈൻ വെക്കുക. ഇത് നിങ്ങളുടെ പുരോഗതി അളക്കാനും ടീമിന് വ്യക്തമായ ഒരു ദിശാബോധം നൽകാനും ഒരുപാട് സഹായിക്കും. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കണമെന്നില്ലല്ലോ. എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്? ചിലപ്പോൾ പ്രധാനപ്പെട്ട ഒരു സപ്ലയർ കൈയൊഴിയാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ പുതിയൊരു എതിരാളി വരാം. ഓരോ സാധ്യതയ്ക്കും ഒരു പ്ലാൻ ബി തയ്യാറാക്കി വെക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ നിൽക്കാൻ നിങ്ങളെ സഹായിക്കും. ഈ മുഴുവൻ ചർച്ചയിൽ നിന്നും നമ്മൾ ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്.
സുസ്ഥിരമായ വളർച്ച വരുന്നത് വ്യക്തമായ ആസൂത്രണത്തിലൂടെയും ഓരോ ഘട്ടത്തിലും കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള ശ്രമത്തിലൂടെയുമാണ്. വലിപ്പം മാത്രം ലക്ഷ്യം വെച്ചാൽ ചിലപ്പോൾ അടിത്തറ ഇളകിപ്പോകാൻ അധികം സമയം വേണ്ടിവരില്ല. ഈ അറിവുകൾ വെറുതെ കേട്ടിരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, പ്രാവർത്തികമാക്കാനുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ്സിനെ വളർച്ചയ്ക്ക് തയ്യാറാക്കാൻ നാളെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം എന്താണ്? ആ ഒരു ചുവട് വയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ വലിയ യാത്ര ആരംഭിക്കുക.